Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് ടൈ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഞാനിവിടെ 1.5 മീറ്ററിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു 1.5 മീറ്റർ തുണി കൊണ്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് ടൈ കുർത്തി സ്റ്റിച്ച് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് യോക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒറ്റ പ്രാവശ്യം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് നമ്മുടെ തുണി രണ്ടും ലെവലായിട്ട് കിട്ടാനായിട്ടാണ് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നത്. ഇനി ഇവിടേക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്കായിട്ട് നമ്മുടെ കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യണം. ഞാനിവിടെ 9 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടിയാണ് എടുക്കുന്നത്. അതൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതുപോലെ ഒന്ന് കൂട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇറക്കമായിട്ട് എടുക്കുന്നത് 14 ഇഞ്ചാണ് ഇറക്കം. കൂട്ടത്തിലൊരു 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 15.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതുപോലെ. ഇനി നമുക്ക് ഇവിടേക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 9 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് എടുക്കുന്നത്. ആ ഒരു 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിവിടേക്ക് കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കണം. ഇത് ഫ്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇതൊന്ന് ഒരു കുഴി പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ നിന്ന് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ബാക്ക് പീസിന് നമ്മൾ ഫ്രണ്ടിലെടുത്ത അതേ അളവുകൾ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൈക്കുഴിയുടെ അവിടെ വരുമ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അവിടേക്ക് ഇതുപോലെ നമ്മളൊന്ന് കർവ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടേക്ക് ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഞാൻ തുണിയൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1.5 മീറ്റർ തുണി എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണൊന്ന് മടക്കി കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒന്ന് മടക്കി അതിനെ ഒന്നുകൂടെ മടക്കി നമ്മൾ സാധാ മടക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ മടക്കിയപ്പോൾ ഈ ഒരു മടക്കുള്ള വശം നമ്മൾ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 4 പീസായിട്ടുള്ള വശം നമ്മൾ മേളിലുമാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ എടുക്കുമ്പോൾ നേരെ തിരിഞ്ഞാണ് ആ ഒരു വശം നമ്മൾ വരയ്ക്കാനെടുക്കും. ഞാനിപ്പോൾ ഇവിടെ നേരെ തിരിച്ചെടുത്തു. ഇനി നമുക്കിവിടേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 18 ഇഞ്ചാണ് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ ചുരുക്കിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് 18 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴത്തോട്ടുള്ള ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 18 ഇഞ്ചാണ് ഇതെടുത്തിരിക്കുന്നത് വേസ്റ്റിൻ്റെ അളവ്. ഈ ഒരു 18 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഒറിജിനൽ വേസ്റ്റിൻ്റെ അളവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തിരിക്കുന്നതാണ് ചുരുക്കിടാനായിട്ട്. അപ്പോൾ ആ ഒരു 18 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബോട്ടം പാർട്ടിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇറക്കമായിട്ട് എടുക്കുന്നത് 28 ഇഞ്ചാണ്. കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസ് നമുക്ക് താഴ്വശം ഒന്ന് മടക്കി അടിക്കാനൊക്കെ ആയിട്ട് 1 ഇഞ്ച് സീം അലവൻസ് 29 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി അവിടേക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു വിരിവൊന്ന് മാർക്ക് ചെയ്യണം. 21 ഇഞ്ചാണ് ഞാൻ വിരിവെടുക്കുന്നത്. ആ ഒരു 21 ഇഞ്ച് മാർക്ക് ചെയ്യാം. കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആയിട്ട് 22 ഇഞ്ച് ഇപ്പം മാർക്ക് ചെയ്തു. ഇപ്പുറത്തേക്ക് മാറ്റി ആ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസിനുള്ളത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അറ്റം രണ്ടും ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താഴത്തെ ഇതുപോലെ ഒരു 3 ഇഞ്ച് മാറ്റി ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെരിച്ചൊന്ന് ഒരു താഴേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നത് ശരിക്കും നമുക്ക് ആ ഒരു താഴ്വശം ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാനായിട്ടാണ് ഇതുപോലെ അറ്റം ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 1.5 മീറ്റർ തുണിയായിരുന്നു എടുത്തത്. അപ്പം എനിക്കിവിടെ ഒരു ഇച്ചിരി വശം ഇതുപോലെ ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു താഴ്വശം മുകളിലാക്കി എടുത്തത്. ഇപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇനി ഞാൻ ബാലൻസ് ഉള്ള തുണി ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് തയ്ക്കാനായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കാം.
അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവ്സും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്കായിട്ട് നമ്മുടെ ഒരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു 3 ഇഞ്ചും ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടേക്ക് ഈ ഒരു രണ്ടറ്റത്തേക്കുമായിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അതായത് ഒരു സ്ലോപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ഇറക്കം ഞാനിവിടെ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. നമ്മുടെ സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് 6.5 ഇഞ്ച് ഞാൻ എടുക്കുന്നത്. 6.5 ഇഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടേക്ക് കൈയുടെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യാം. അതും 6.5 ഇഞ്ചാണ് ഞാൻ വണ്ണം മാർക്ക് ചെയ്യുന്നത്. അതും ഒന്ന് വരച്ചു. ഇനി നമുക്കിതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ രണ്ട് സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ വേസ്റ്റ് ബെൽറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ 2 നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറക്റ്റ് വേസ്റ്റിൻ്റെ അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് വീതി എടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് തന്നെയാണ് ഇതിൻ്റെ നീളവും. ഇനി നമുക്ക് നെക്കൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്കായിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ 4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ആ ഒരു 4 ഇഞ്ചും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്ക്വയർ ആയിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇനി ഇവിടേക്ക് നമ്മുടെ നെക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിതുപോലെ ഒരു നെക്ക് ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ചുറ്റും ഒരു ഇഞ്ച് കൂടെ ഇട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എന്നിട്ട് ഒരു തുണിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ 3 സൈഡും മടക്കി അടിച്ചിട്ടുള്ള 2 പീസ് തുണികളിലേക്ക് നമ്മുടെ നെക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ നല്ല വശത്ത് ഇതുപോലെ സെൻറ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല വശമാണ്, നല്ല വശത്തിന് മുകളിലാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. സെൻറ്റർ രണ്ടും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി ഈ അരികു വശത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ള്. ഇനി നമുക്ക് ഇവിടേക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് ഉള്ളിലേക്ക് വെച്ചടിക്കുമ്പോഴത്തേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് കിട്ടും. അതിനായിട്ടാണ് ഇതുപോലെ കട്ടിങ്സ് കൊടുക്കുന്നത്. നമ്മുടെ 2 പീസിനും ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അരികു വശത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ബാക്ക് നെക്കും അടിച്ചെടുക്കാം. അതിനായിട്ട് ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടേക്ക് ഇതുപോലെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മുടെ നെക്ക് ഡിസൈൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഒട്ടും സ്പേസ് വരത്തില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലും വെച്ച് കൊടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പീസിൻ്റെ നെക്ക് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ബാക്ക് നെക്കും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വേസ്റ്റ് ബെൽറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു നല്ല വശത്തിന് മുകളിലേക്കായിട്ട് ഈ ഒരു നീളമുള്ള പീസ് തുണി എടുത്തിട്ടുണ്ട്, നമ്മുടെ വേസ്റ്റിൻ്റെ അതേ അളവുള്ളത്. അതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു അരികു വശത്തു കൂടി ഒന്ന് ആദ്യമേ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുകൾ വശവും കൂടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ആ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. കൂട്ടത്തിൽ നമ്മളിവിടെ ഇച്ചിരി സ്പേസ് വിട്ടിട്ടുണ്ട്. നമ്മളത് 2 സൈഡും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ടൈ ഇട്ട് കൊടുത്ത് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കിന് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സൈഡ് ഇച്ചിരി നമ്മൾ വിട്ടു കൊടുത്തിരിക്കുന്നത്. ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും.
ഇനി നമുക്ക് ഈ ഒരു ബോട്ടം പാർട്ടിൽ നേരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം വേസ്റ്റിൻ്റെ അവിടെ. എന്നിട്ട് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാനായിട്ടാണ്. ഇപ്പം ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു നൂല്, അടിനൂലും മുകളിലത്തെ നൂലും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇതുപോലെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ഇപ്പം ഞാൻ മുകളിലത്തെ നമ്മുടെ ഈ ഒരു നല്ല വശത്ത് അടിച്ചിരിക്കുന്ന ഈ ഒരു നൂലിൽ ഒന്നെടുത്തിട്ട് അതിനെ ഒന്ന് പിടിച്ചെടുത്ത് ചെറിയതായിട്ട് അധികം ബലം കൊടുക്കാതെ നമുക്ക് ചുരുക്കുകൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ സെയിം അളവിൽ വേണം, നമ്മൾ അത്രയും വേണം ചുരുക്കിട്ടെടുത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു നീളത്തിൽ വേണം നമ്മൾ ചുരുക്കിട്ടെടുക്കാനായിട്ട് മൊത്തം. ഇപ്പം ഞാൻ ഇതുപോലെ ഇവിടെ ഒരു പീസ് ചുരുക്കിട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ സെയിം വേസ്റ്റിൻ്റെ ആ ഒരു സെയിം അളവിൽ തന്നെയാണ് ഇവിടെയും ചുരുക്കിട്ടെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും വെച്ച് കൊടുക്കാനായിട്ട് ചുരുക്കിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസസും നമ്മൾ ചുരുക്കിട്ടെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യമേ തന്നെ സ്ലീവ്സിൻ്റെ ഈ ഒരു താഴ്വശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ ഈ സെൻറ്റർ മാർക്ക് ചെയ്തൊന്ന് ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അരികു വശത്ത് കൂടെ ഈ താഴെ വരെ ഒന്ന് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇത് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അരികു വശത്തൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ 2 സ്ലീവ്സും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു അരികുവശം നമ്മുടെ ഈ ഒരു സ്ലീവ്സിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചപ്പോൾ നമ്മളിതാ ഈ ഒരു വേസ്റ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് അടിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാ വന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അകത്തേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഈ ഒരു ഇതിൻ്റെ നേരെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ അരികുവശം ഒന്ന് അടിച്ചെടുക്കാം. അതേപോലെ തന്നെ ബാക്കി 3 സൈഡുകളിലും നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 4 സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഡബിൾ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വെച്ച് കൊടുത്ത് ആ ഒരു അരികുവശം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു ഹോളുണ്ട്, നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാനായിട്ടാണ്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഹോളുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് ഒന്ന് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇച്ചിരി കുത്ത് വിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടം പാർട്ട് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു നല്ല വശത്തിന് മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടം പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ആ ഒരു സെൻറ്റർ രണ്ടും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും സെൻറ്റർ ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് നമ്മൾ കുത്തുവിട്ടെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു പീസിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അരികു വശത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്കിതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമുക്ക് ബോട്ടം പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ നല്ല വശത്തിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ രണ്ടും ഒരുപോലെ വെച്ച് കൊടുത്ത് അരികത്തുകൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മളിപ്പോൾ ബോട്ടം പാർട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വരെ അടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് അറ്റം വരെയും ഒന്ന് സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഏറ്റവും താഴ്വശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്തും അടിച്ചു കൊടുക്കാം ഫുള്ളായിട്ട്. ഇനി നമുക്ക് വള്ളി തയ്ക്കാനായിട്ട് ഇതുപോലെ നല്ല നീളത്തിലുള്ള 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറയുമ്പോഴത്തേക്കിന് 23.5 കൂട്ടത്തിൽ ഇത് മടക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് മൊത്തം 47 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്ന നീളം. ഇനി ഇതിൻ്റെ വീതി എന്ന് പറയുമ്പോഴത്തേക്കിന് 1.25 ഇഞ്ചാണ് വീതി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അരികു വശത്തൂടെ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൂചി നൂല് ഉപയോഗിച്ച് ഇതൊന്ന് മറിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു സൂചി ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു അറ്റത്തൊരു ലോക്ക് ഇട്ട് കൊടുക്കണം. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തൊരു ലോക്ക് ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരറ്റം ഇതുപോലെ ഇതിനുള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഫുള്ള് ഇതുപോലെ ഒന്ന് ഈ ഒരു സൂചി അങ്ങേ അറ്റത്ത് വരെ നമുക്ക് എത്തിക്കണം. എന്നിട്ടിത് മറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് വലിച്ച് നമുക്കിത് ഫുള്ളൊന്ന് മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ പീസും ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. ആ ഒരു തുണി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു. ഇതിൻ്റെ 2 പീസാണ് ഞാനിവിടെ ഈ ഒരു തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്.
അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് അളവൊന്ന് വരച്ചു കൊടുക്കണം. ഞാനിവിടെ 3 ഇഞ്ചാണ് ഇതിൻ്റെ നീളവും വീതി എടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് വീതി ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തു. ഇതുപോലെ 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 3 ഇഞ്ച് നീളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 3 ഇഞ്ച് നീളം ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതൊരു സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ 4 പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ 4 അറ്റത്തും വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് എടുക്കാം. അതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത്, നല്ല വശമാണ് ഇപ്പം നമ്മൾ കാണുന്നത്, ഇവിടേക്ക് നമ്മുടെ ഈ ഒരു വള്ളിയുടെ അറ്റം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു അറ്റത്തേക്ക് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കോണ് ഈ ഒരറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തു. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ. ഇപ്പം ഞാൻ ഇതുപോലെ 4 അറ്റത്തും ഇത് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഇതുപോലെ ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇതേപോലെ ഇതൊന്ന് മറിച്ചെടുക്കാം. അങ്ങനെ എല്ലാ പീസും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വള്ളി ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കണം. അതിനായിട്ടൊരു സേഫ്റ്റി പിൻ വല്ലതും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ നമ്മളിപ്പോൾ കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു വള്ളി നമ്മൾ ഓൾറെഡി ചെയ്തു വച്ചിരിക്കുന്ന ആ ഒരു വള്ളി ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെയും കയറ്റിക്കൊടുത്ത് പുറത്തേക്കെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും വള്ളി കൊടുത്ത് ഇതൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡ്രസ്സ് ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ.